എല്ലാവർക്കും സ്പൈസ് ട്രഷേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന പാസ്തയുടെ റെസിപ്പിയാണ്. ഇത് വളരെ സിമ്പിൾ ആണ്. ഞാനിത് എന്റെ കോളേജിലും സ്കൂളിലൊക്കെ ടിഫിനിൽ കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ എന്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇതിന്റെ റെസിപ്പി ഒന്ന് എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യണമെന്ന്. അപ്പോൾ അവരുടെ റിക്വസ്റ്റിലാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കാണുക. എന്നിട്ട് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മീ. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പാസ്ത ബോയിൽ ചെയ്യാനാണ് പോകുന്നത്. ഞാൻ ഈ ഷേപ്പിലുള്ള പാസ്തയാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് പാസ്തയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ബോയിൽ ചെയ്തെടുക്കാനായി ഞാനിവിടെ വെള്ളം ആവശ്യത്തിന് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക്. ഇത് നമുക്കൊരു 3 മിനിറ്റ് ഒന്ന് ബോയിൽ ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. ഒരുപാട് വെന്ത് ഇതാക്കരുത്. അപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പാസ്ത ആഡ് ചെയ്ത് കൊടുക്കാം. പാസ്ത ആഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നെക്സ്റ്റ് കുറച്ച് ഓയിൽ. ഞാനിവിടെ 1 സ്പൂൺ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇത്രയും മതിയാകും. ഇത് ജസ്റ്റ് ഒന്ന് ഇത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടാതിരിക്കാനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതൊരു 3 മിനിറ്റ്സ് നമുക്ക് നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കാം. നോക്കൂ, പാസ്ത നന്നായിട്ട് ബോയിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഞാൻ സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇനി നമുക്ക് ഈ പാസ്ത എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായി ഇതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഓയിൽ നല്ല ചൂടായി. നെക്സ്റ്റ് നമുക്കിതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. ഇതിനകത്ത് നമുക്ക് ഏത് വെജീസ് യൂസ് ചെയ്യാവുന്നതാണ് ഇഷ്ടമുള്ളത്. ഞാനിവിടെ ക്യാബേജും ക്യാരറ്റും ക്യാപ്സിക്കമാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഒരുപാട് അത് നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. വെജിറ്റബിൾ ഇച്ചിരി ക്രിസ്പി ആയിട്ട് കിടക്കണം, എന്നാലേ ഈ പാസ്തയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. സവാള ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നെക്സ്റ്റ് നമുക്കിതിലേക്ക് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വെജിറ്റബിൾസിൻ്റെ ക്വാണ്ടിറ്റി എത്ര വേണം നിങ്ങൾക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ പാസ്ത ഞാൻ എൻ്റെ സ്കൂളിൽ ടിഫിനിൽ കൊണ്ടുപോകാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ കോളേജിലും കൊണ്ടുപോകാറുണ്ട്. എൻ്റെ ഫ്രണ്ട്സിന് ഒരുപാട് ഇഷ്ടമാണ് ഈ പാസ്ത. അപ്പോൾ അവരുടെ റിക്വസ്റ്റ് കാരണമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് തന്നെ. അവർക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അവർ പറഞ്ഞു ഞാൻ എങ്ങനെയാണോ ഇത് സ്കൂളിലേക്ക് ഉണ്ടാക്കി കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ അത് ചെയ്ത് വീഡിയോ ആക്കി കാണിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എൻ്റെ ഫ്രണ്ട്സിനെ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അവർക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. ക്യാരറ്റും സവാളയും നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്കിതിലേക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാബേജും ക്യാപ്സിക്കമാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. നന്നായി വഴറ്റുക. പിന്നെ ഇത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു പാസ്തയാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ഒറ്റ ഒരു ഇൻഗ്രീഡിയൻ്റ് ഉള്ളതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മസാല, അത് ഞാൻ ചേർക്കുമ്പോൾ പറയാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നോക്കൂ, വെജിറ്റബിൾസ് ഞാൻ ജസ്റ്റ് ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് എന്തൊക്കെ മസാലകളാണ് ആഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം.
ഫസ്റ്റ് തന്നെ ഞാനിവിടെ കുറച്ച് മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊരു 3/4 ടീസ്പൂൺ മതിയാകും. പിന്നെ നിങ്ങൾക്ക് എത്ര എരിവ് വേണോ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നെക്സ്റ്റ് കുറച്ച് പെപ്പർ പൗഡർ. ഇത് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്ര ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ നെക്സ്റ്റ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഇതാണ്. ഇത് മാഗിയുടെ മസാലയാണ്. 5 റുപ്പീസിന് കിട്ടില്ലേ, മാഗി മസാല മാജിക് എന്നാണ് ഇതിൻ്റെ പേര്. 5 റുപ്പീസേ ഉള്ളൂ. ഇങ്ങനത്തെ പൗച്ച് 2 എണ്ണമാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രമാണ് ആഡ് ചെയ്യേണ്ടത്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും പാസ്ത മസാല ഉണ്ടോ, ഏതെങ്കിലും നൂഡിൽ മസാല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്, അതാണ് ഞാൻ കാണിച്ചത്. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഈ മസാലയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ ഓൾറെഡി ഉപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് മാത്രം എക്സ്ട്രാ ആഡ് ചെയ്താൽ മതി. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. വെജിറ്റബിൾസും മസാലയെല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പാസ്തയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. കണ്ടില്ല, ഒരുപാട് പ്രോസസ്സ് ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ കാര്യം. അപ്പം ഞാൻ പാസ്ത ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ പാസ്തയും വെജിറ്റബിൾസും എല്ലാം നന്നായി മിക്സ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. പിന്നെ ഞാൻ ഇതിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തു, കാരണം കൂടുതൽ പാസ്ത ഉള്ളതുകൊണ്ട് കുറച്ച് ഉപ്പ് കുറവായിരുന്നു. അപ്പം ഞാനത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ പാസ്ത റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ സിമ്പിളും അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള പാസ്ത റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. എന്ത് എളുപ്പമാണല്ലേ ഇത് തയ്യാറാക്കാൻ. കുറച്ച് സമയത്തിനുള്ളിൽ ഇത്രയും നല്ല പാസ്ത തയ്യാറാക്കി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. ട്രൈ ചെയ്യുക, കഴിക്കുക, അത് കഴിഞ്ഞിട്ട് ഫീഡ്ബാക്ക്സ് കമൻസിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.